ക്ലാസ് തുടങ്ങിയിട്ട് നമുക്ക് 2 റിവിഷൻ ഡേ കിട്ടി. അപ്പോൾ ആ 2 റിവിഷൻ ഡേയിൽ നമ്മുടെ ഒന്നാമത്തെ ദിവസത്തെയും രണ്ടാമത്തെ ദിവസത്തെയും നന്നായി പഠിച്ച് തറവാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻഡ്രോയിഡ് ആപ്പോ അങ്ങനെ ഏതെങ്കിലും ആപ്പുകൾ വഴിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ പലരും എക്സാംസ് ഇടുന്നുണ്ട്. ഈ ടോപ്പിക്ക് അടിച്ചിട്ട് എക്സാം അടിച്ചു കൊടുത്താൽ പലരും ഇങ്ങനെ എക്സാംസ് ഇടുന്നുണ്ട്. അതൊക്കെ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഒന്നുകൂടെ എപ്പോഴും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ 2 ദിവസം റിവിഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി കളയരുത് കേട്ടോ. ടോപ്പിക്ക് മറന്നു പോകും. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ടൈം ടേബിൾ എഴുതിയാലൊരു ചെറിയ ചേഞ്ച് വരുത്തുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം യൂറോപ്യന്മാരുടെ സംഭാവനകളാണ് എഴുതിയിരുന്നത്. അപ്പോൾ അന്നത് എടുത്തപ്പോൾ എനിക്ക് തോന്നി യൂറോപ്യന്മാരുടെ വരവിൽ തന്നെ പോർച്ചുഗീസ് മാത്രം പറയാമെന്ന്, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകുമെന്ന് കരുതിയിട്ട് അന്ന് പോർച്ചുഗീസുകാരുടെ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി പറയുകയാണ്. അപ്പോൾ യൂറോപ്യന്മാരുടെ വരവാണ് ഇന്നും. എന്നിട്ട് നാളത്തേൽ നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക രംഗം മാത്രവും പിന്നെ ഒരു മാത്സ് പാട്ടുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കൂടെ യൂറോപ്യന്മാരുടെ സംഭാവനകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ആ ഒരു ടോപ്പിക് എടുത്ത് തൊട്ട് താഴേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ പഠിച്ചെത്തിയില്ലെങ്കിൽ, ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ പഠിച്ചെത്തിയില്ലെങ്കിലും, അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആ ഒരു ടൈം ടേബിൾ വരുത്ത് അത് കൃത്യമായിട്ട് എഴുതി വെച്ചവരുണ്ടെങ്കിൽ മാർക്ക് ചെയ്തോളണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് യൂറോപ്യന്മാരുടെ വരവ്, കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ ഭാഗം 2, പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാനിന്ന് എടുത്തിരിക്കുന്നത് 147/2013 എന്ന് പറയുന്നതാണ്. ഓക്കെ, തുടങ്ങാം നമുക്ക്.